പുൽപ്പള്ളി അമരക്കുനിയിലെ കടുവ കാണാമറയത്ത് തന്നെ. കടുവയ്ക്കായി വനം വകുപ്പ് ദൗത്യ സംഘം ഇന്നലെ രാത്രി മുഴുവൻ നടത്തിയ തിരച്ചിലും വിഫലമായി. അതിനിടെ കടുവ വീണ്ടും ഒരാടിനെ കൂടി കൊന്നു. പുൽപ്പള്ളി അമരക്കുനിയിലെ കടുവയെ കണ്ടെത്താനായി വനംവകുപ്പ് ദൗത്യസംഘം രാത്രിയിൽ നടത്തിയ തിരച്ചിലും വിഫലമായി. ദൗത്യത്തിന്റെ ഭാഗമായി തെർമൽ ഡ്രോൺ പറത്തി നിരീക്ഷണം നടത്തുന്നുണ്ട്. കടുവയെ മയക്കുവെടിവെക്കാൻ സജ്ജമായി വിദഗ്ധ സംഘവും പ്രദേശത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. പ്രദേശത്ത് കൂടുതൽ പോലീസിനെയും വിന്യസിച്ചിട്ടുണ്ട്. ഇവിടെ വാഹനഗതാഗതം നിരോധിച്ചു. പ്രദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകി. കഴിഞ്ഞ ദിവസം പ്രദേശത്തെ മറ്റൊരാടിനെ കൂടി കടുവ ആക്രമിച്ചു കൊന്നിരുന്നു. മേഖലയിൽ 4 കൂടും ക്യാമറകളും സ്ഥാപിച്ചിട്ടും കടുവയെ പിടികൂടാനായിരുന്നില്ല. കടുവയെ പിടികൂടാനായി സ്ഥാപിച്ച കൂടിന് സമീപം വരെ കടുവ മുൻപ് എത്തിയെങ്കിലും കേബിളിൽ തട്ടി കൂട് അടഞ്ഞുപോയതിനാൽ കടുവ കൂട്ടിലായില്ല. കടുവയുടെ സാന്നിധ്യത്തെ തുടർന്ന് വയനാട് അമരക്കുനി മേഖലയിലെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മയക്കുവെടി വിദഗ്ധരായ ചീഫ് ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ അരുൺ സഖറിയയുടെ നേതൃത്വത്തിൽ ബത്തേരിയിൽ നിന്നുള്ള RRT സംഘമാണ് കടുവയെ ട്രാക്ക് ചെയ്യുന്നത്. സൗത്ത് വയനാട് DFO അജിത് കെ രാമൻ സ്ഥലത്ത് ക്യാമ്പ് ചെയ്താണ് ദൗത്യം ഏകോപിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.